ഇപ്പോൾ ഒരു 15 ഫീച്ചേഴ്സ് ഇതിനകത്ത് 15 ഫാൻ ഉണ്ട് ഇത്തരം. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമുക്കൊരു ഫാൻ ഇത്ത പിടിപ്പിച്ചിട്ടുണ്ട്. ഫാൻ കണ്ടുപിടുത്തല്ലോ കേട്ടോ, ഫാൻ ഇത്ത പിടിപ്പിച്ചെന്ന് മാത്രമല്ല, അതിന്റെ ബേസ് ഒക്കെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയത്. അതായത് ഫാനും കൂടെ ഇതിൽ വെച്ചാൽ ഫാൻ കറങ്ങും. ആ രീതിയിലാണ് ഈ ഇത്തരം കുത്തിയുണ്ടെങ്കിൽ നമുക്ക് അത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഇത് ഫാനിന്റെ ബേസ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ആ മിക്സിയുടെ റൗണ്ട് കൂടെ എല്ലാം ശരിയാക്കിയിരിക്കുന്നത്. പിന്നെ ഇതില് സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ട്. LPG ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇത് അലർട്ട് നൽകും. അതിന് സൗണ്ട് വരും. അപ്പൊ നമുക്കറിയാം LPG ലീക്ക് ആയിരുന്നു. അതൊരു വലിയ കണ്ടുപിടുത്തം. ശരിക്കും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരം ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതെ. അപ്പൊ ഈ ഗ്യാസ് ഇങ്ങനെ കേട്ടോണ്ടി വരും. ഗ്യാസ് റൂമിൽ നിറഞ്ഞു. അപ്പൊ ഇത് വലിയ സ്മെല്ലുള്ള ഗ്യാസ് ഒന്നും അല്ല, എന്നാലും അപ്പൊ ഗ്യാസിന്റെ അളവ് കുറഞ്ഞത് അലാറം നിന്നു. അപ്പൊ ഗ്യാസ് റൂമിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അലാറം അടിക്കും. ഇത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം. പിന്നെ വൈഫൈ, അതായത് പിള്ളേർക്കൊക്കെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ കറണ്ട് ഇല്ലാത്ത സമയങ്ങൾ വരും, മഴക്കാലത്ത് ലൈറ്റിനിങ് ഉള്ള സമയങ്ങൾ വരും. അന്നേരമൊന്നും ഈ AC ആയിട്ട് കണക്ട് ചെയ്തിടാൻ പറ്റിയതാണ്, അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിലൊന്ന് നേരിട്ട് കുത്തുവാണെങ്കിൽ 12 മണിക്കൂർ 10 മണിക്കൂർ കണ്ടിന്യൂസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് ബാറ്ററി ഉണ്ട്, 120 വാട്ടിന്റെ ബാറ്ററി ഉണ്ട്. അതാണ് അതിനകത്തെ ഗുണം. അത് ശരിക്കും സോളാർ പവറിലാണ് നമ്മൾ ഇത് ചാർജിങ് ചെയ്യണം. സോളാർ പവർ അല്ലെങ്കിൽ നമുക്ക് അഡാപ്റ്ററിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതുമായിട്ട് സോളാർ പവർ മതി ഇതിന്. ഈ ബാറ്ററി ചാർജ് എത്ര മണിക്കൂറാണ് ഇത് ചാർജ് ചെയ്യുന്നത്? 4-5 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ചാർജ് ആവും. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രത്യേകത? 2 വാട്ടിന്റെ ഒരു ലൈറ്റ് ഉണ്ട്, LED ലൈറ്റ് ഉണ്ട് 2 വാട്ട്. അപ്പൊ ഇത് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു 5-8 മണിക്കൂർ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. 2 വാട്ടറിന്. പിന്നെ ഇപ്പൊ FM ഉണ്ട്, FM റേഡിയോ വാർത്ത, അതായത് 0 ചെലവിൽ വാർത്ത അറിയാമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിനകത്തുള്ളത്? പിന്നെ പച്ചക്കറി ഏതളവിലും അരിയാൻ പറ്റും. നമ്മള് ഇപ്പൊ സാമ്പാറിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നീളം കൂട്ടി നീളം കുറച്ച് അരിയാനുള്ള അത് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഇതാണോ? അപ്പൊ അത് നീളം കൂട്ടാം, നീളം കുറയ്ക്കാം, അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ എല്ലാം മെറ്റീരിയലാണ് ഞാൻ തീർത്തിരിക്കുന്നത്. പച്ചക്കറിയുടെ നീളം കൂട്ടാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇവിടെയാണ്. അപ്പൊ ഇങ്ങനെ നീളം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നീളത്തിലുള്ള കഷ്ണങ്ങളായിരിക്കും. അവിയലിന് സാമ്പാറിനൊക്കെ അരിയാനാണെങ്കിൽ ഇപ്പൊ ഈ അളവില നീളം. അപ്പൊ ഇനി നമ്മൾ മുരിങ്ങക്കൊല അരിയുമ്പോൾ ഇച്ചിരി നീളത്തിൽ അരിയാം. നല്ല നീളമായി ഇതങ്ങ് വെച്ചു കൊടുത്താൽ മതി. കണ്ടോ? അപ്പൊ ആ അളവായി. ഇത് ഒരു കഷ്ണം നമ്മളൊരു ഇതിനകത്ത് കേരളത്തോളം കയറ്റി വെക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളത്? പിന്നെ തേങ്ങ വാക്വം ക്ലീനർ ഉണ്ട്. വാക്വം ക്ലീനർ, അതായത്